എൻ്റെ പേര് പ്രണവ്. കണ്ടാൽ തോന്നില്ലെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് എക്സാംസൊക്കെ കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. ഉള്ള മസിൽ മാസും പോയി, അതുപോലെ കുറേ ഫാറ്റും ഗെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം അച്ഛൻ്റെ വീട്ടിലായ കാരണം ഹോം വർക്കൗട്ട്സും പിന്നെ മോർണിംഗ് കാർഡിയോസും മാത്രമേ ഉള്ളൂ. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ മോർണിംഗ് കാർഡിയോ 5:30 തുടങ്ങിയാണ്. 5 മണിക്ക് എണീറ്റു. പക്ഷേ ക്യാമറമാനായിട്ട് എൻ്റെ അനിയൻ പ്രവീനാണ് കൂട്ടണത്. അപ്പോൾ അവൻ എന്നെ ഏൽപ്പിച്ച് വന്നപ്പോഴേക്കും 5 മണി എന്നുള്ളത് 5:30 ആയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങണ സമയത്താണ് അച്ചാച്ചൻ വന്നത്. അച്ചാച്ചനാണെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ പേടിയായിരുന്നു. ആൾ ഞങ്ങളുടെ കൂടെ വന്നു. ആൾക്ക് തൊണ്ടവേദന കാരണം റെസ്റ്റിലാണ്. എന്നാലും ആൾ വന്നു. സത്യം പറഞ്ഞാൽ ആൾ നല്ലോണം ഫിസിക്കലി ഫിറ്റായിട്ടൊരാളാണ്. ഇതിപ്പോൾ സ്ട്രെങ്ത് വൈസ് ആയാലും നല്ലോണം ഓടും. പക്ഷേ ഈ വട്ടം വന്ന സമയത്ത് സമയം തെറ്റിപ്പോയി. ആൾക്ക് വയ്യാത്ത സമയത്താണ് ഞങ്ങൾ കയറി വന്നത്. അതായത് ഓടാനൊന്നും പറ്റിയില്ല, വാക്കിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ്റെ നാട്ടിലത്തെ ബഡീസിനെ കണ്ടു. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം നടന്നു. പിന്നെ നടന്നു വന്നപ്പോൾ ഒരു പട്ടിനൊക്കെ കണ്ടു. ഈ വർഷം തന്നെ 4 വട്ടം പട്ടി കടിക്കാവുന്ന കാരണം കുറച്ച് വിശ്വാസക്കുറവുണ്ട്. പട്ടിന് ഇഷ്ടമാണെങ്കിൽ കൂടി അവിടെ പവറ്റി എടുക്കേണ്ടിയിരുന്നു. അങ്ങനെ അച്ചാച്ചൻ്റെ അടുത്ത് മറ്റേ വർക്കൗട്ടിന് പറ്റിയിട്ട് കുറച്ച് 4 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ആൾ കേട്ടില്ല തോന്നുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ട് നിർത്തിയത്. ഒരു മിലിറ്ററിക്കാരനെ തോപ്പിച്ച കഥയും അതുപോലെ ആൾക്കാരെ എപ്പോഴും നമ്മൾ വെട്ടിക്കണം, അങ്ങനത്തെ മൈൻഡ് സെറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കപകെട്ട് കാരണം പകുതി തിരിയേണ്ടിയിരുന്നില്ല. ഞാൻ 1 വർഷം വർക്കൗട്ട് ചെയ്യണമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കട്ടിങ് ചെയ്യാൻ പോണത്. അപ്പോൾ വർക്കൗട്ട്സിലായാലും ഡയറ്റിലായാലും അതിൻ്റേതായ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. അതുപോലെ തന്നെ ലോസായി മസിൽ മാസ് റീഗെയിൻ ചെയ്യണം. അങ്ങനെ 5:30 തുടങ്ങിയ കാർഡിയോ സെഷൻ കഴിഞ്ഞപ്പോൾ ഏകദേശം 6:30 ആയി. കുറച്ച് കുറവാണ്. എന്നാൽ ഒന്നും ചെയ്യാണ്ടിരിക്കാണ്ടും ഭേദമാണ് ഇത്. അപ്പോൾ ജിമ്മിൽ പോളില്ല വെച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്നൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി ജിമ്മിൽ പോകുമ്പോഴേക്കും ഞാൻ കൂടുതൽ വീഡിയോസ് ഇറക്കുക. അപ്പോൾ ബൈ.